സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടങ്ങുകയാണ്. കാരണം ഈ ട്രംപിനെയും, അതായത് അമേരിക്കയും പാശ്ചാത്യ ശക്തികളെയും യഹൂദന്മാരെയും ഈ ലോകത്ത് യാതൊരു കാരണവശാലും ആരും വിശ്വസിക്കാൻ പാടില്ല. അവർ ഏത് പരിപാടിയും നടത്തും, എന്തും പറയും. വാക്ക് മാറാനോ പ്രവൃത്തി ഏതെല്ലാം രീതിയിൽ ചെയ്യണമെന്നോ തീരുമാനിക്കുന്നത് അവരാണ്. ഒരു നിയമവും, ഒരു ലോക നിയമവും അവരെ ബാധിക്കുകയില്ല. വെറുതെ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറെ അംഗങ്ങളുമുണ്ട്. ഒരു കാര്യവുമില്ലാത്താണ് ഇതൊന്നും കൊണ്ട്. അവരൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അമേരിക്കയും ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങൾ എന്ത് നിശ്ചയിക്കുന്നു അത് ഈ ലോകത്ത് നടന്നു കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അവിടെയുള്ള ഭരണാധികാരികൾ എന്ന് പറയുന്നത്. അപ്പോ അനാവശ്യമായ ഒരു യുദ്ധത്തിലേക്ക് ഗൾഫ് മേഖലയും തള്ളിവിടാനായിട്ടാണ് ഇവരുടെ ശ്രമം. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇവിടെ സമാധാനക്കേടുണ്ടാക്കി, ഇവിടെ വിപ്ലവമുണ്ടാക്കി, ഇവിടെ കലാപമുണ്ടാക്കി, ജനങ്ങളിൽ അസ്വസ്ഥ പടർത്തി അങ്ങനെ ഈ ലോകത്ത് തന്നെ ജനങ്ങളെ ഭയവിഹ്വലരാക്കി ഭരണം നടത്താമെന്നാണ് അമേരിക്കയും ഇസ്രയേലും യഹൂദന്മാരും ഒക്കെ കണക്കാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും യഹൂദന്മാരുമാണ്. അല്ലാതെ വേറെ ആരുമല്ല. ഏഷ്യയിലോ ആഫ്രിക്കയിലോ ബാക്കിയുള്ള രാജ്യങ്ങളിൽ എവിടെയും ഒരു പ്രശ്നങ്ങളുമില്ല. ഇവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 2 തെമ്മാടി രാഷ്ട്രങ്ങളാണ് അമേരിക്കയും ഈ ഇസ്രയേലും എന്ന് പറയുന്നത്. അതിനെ കുടപിടിക്കാൻ വേണ്ടിയാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, ചില ശക്തികൾ ശ്രമിക്കുന്നത്. എന്തായാലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് യുദ്ധം ഇങ്ങനെ അവർ തുടങ്ങും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയം എല്ലാ സന്നാഹങ്ങളും അവർ ഒരുക്കി റെഡിയാക്കി വന്നതിന് ശേഷമാണ് അവർ സമാധാന ചർച്ചകൾ തുടങ്ങുന്നത്. നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇനി ഏതെല്ലാം തരത്തിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന ആവശ്യങ്ങളും അവർ ചെയ്യുന്ന ഏതെല്ലാം രീതിയിലുള്ള ആഗ്രഹങ്ങളാണ് അവർക്ക് നടത്തേണ്ടത്, അതെല്ലാം ഇറാൻ അംഗീകരിച്ചാലും ശരി, ഉറപ്പാണ് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് അവർ യുദ്ധത്തിന് സന്നാഹമാണ്. അതിന്റെ തുടക്കമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. എന്തായാലും ശരി, ഗൾഫ് മേഖലയാകെ കുഴപ്പത്തിലാവും, സാമ്പത്തിക രംഗമാകെ താറുമാറിലാകും. എത്രയോ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് അവരുടെ കുടുംബം പുലർത്തുന്നു, അവരുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ മെച്ചപ്പെടുത്തുന്നു. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർക്കാനാണ് ഈ അമേരിക്കൻ യഹൂദന്മാർ ശ്രമിക്കുന്നത്. യാതൊരു കാരണവശാലും ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണമെന്നും എത്രയും വേഗം UN അസംബ്ലി വിളിച്ചുകൂട്ടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് സാധാരണ മനുഷ്യർ, അതായത് അഭ്യുദയകാംക്ഷികളായ, ഗൾഫിനെ ആയിരുന്നാലും ശരി ബാക്കിയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന സമാധാനകാംക്ഷികളായ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ആര് മുൻകൈയിട്ടിറങ്ങും? ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത് എന്നൊന്നും പറഞ്ഞോളാം. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ മതേതരത്വ രാഷ്ട്രത്തിന് പ്രത്യേകമായ ഒരു വിലയും നിലയും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇന്നിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മോഡിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. മോഡി എന്ന് പറഞ്ഞാൽ യാതൊരു വിവരമില്ലാത്ത, യാതൊരു വിദ്യാഭ്യാസവുമില്ലാത്ത പമ്പര വിഡ്ഢിയായ ഒരു മനുഷ്യനാണ്. നിങ്ങൾ കാണുന്നുണ്ട്, ലോക നേതാക്കളെടുത്ത് പോവുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ഇയാൾ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് ഇയാൾക്ക് അറിഞ്ഞൂടാ. ഇയാൾ വിഡ്ഢിച്ചിരി ചിരിച്ചാണ് അവിടെ നിൽക്കുന്നത്. വെറുതെ ഒരു വിഡ്ഢിച്ചിരി ചിരിച്ച് ഇങ്ങനെ ചിരിക്കും, നോക്കും. ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇയാൾക്ക് ഒന്നും മനസ്സിലാവില്ല എന്ന് അവിടെയുള്ള ഭരണാധികാരികൾക്ക് മനസ്സിലാകുക. ആ മനുഷ്യനാണ് ഇപ്പൊ വെറുക്കപ്പെട്ട ആ രാജ്യത്ത് പോയത്. അവിടെ പോയി പിറ്റുന്നതാ യുദ്ധവും തുടങ്ങി. അപ്പോൾ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം? എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമായിരുന്നു, ഒരു ചേരിചേരാ രാജ്യമായിരുന്നു, അതിന്റെ നേതൃസ്ഥാനമായിരുന്നു ഇന്ത്യക്ക് വിലയും നിലയും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും മൻമോഹൻ സിംഗും ഒക്കെ ഇരുന്ന കസേരയിലാണ് യാതൊരു വിദ്യാഭ്യാസമില്ല ചാണകം തിന്നുന്ന ഈ മനുഷ്യൻ കയറിയിരിക്കുന്നത്. എന്നിട്ട് ലോകം മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി കറങ്ങുന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എന്തായിരുന്നാലും ശരി, ഗൂഢലക്ഷ്യങ്ങളാണ് ഇവർക്കെല്ലാം ഉള്ളത്. എന്തായാലും ശരി, നാടിനെ നശിപ്പിക്കുന്നതോടൊപ്പം ലോകത്തും സമാധാനത്തിന്റെ ഈ
പ്രാവ് എന്ന് പറയും പണ്ട്, സമാധാനത്തിന്റെ പ്രാവുകളെ പറത്തിവിടുമെന്ന് പറയുന്നത് അസമാധാനം ഉണ്ടാക്കാനാണ്, കലാപം ഉണ്ടാക്കാനാണ്. നാട്ടിൽ ജനങ്ങൾ ലോകത്തെവിടെയും സമാധാനമായി കഴിയും, സൗഹൃദത്തിൽ കഴിയും, സന്തോഷത്തിൽ കഴിയരുത്, അങ്ങനെ ആഗ്രഹിക്കുന്ന ചില സാഡിസ്റ്റുകളാണ് ഇവർ. മനുഷ്യർ സന്തോഷമായി ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്കൊരു വിഷമമാണ്. അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ പാടില്ല. എന്തായാലും ശരി, ഗൾഫിൽ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. എവിടെ കൊണ്ടുവന്ന് അവസാനിക്കുമെന്ന് പടച്ച തമ്പുരാനെ പറയാൻ കഴിയുള്ളൂ. എന്തായാലും ശരി, നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ജനങ്ങൾക്ക് കഷ്ടപ്പാടും ദോഷവും വിഷമവും ദുഃഖവും അല്ലാതെ, അംഗഭംഗവും അല്ലാതെ യുദ്ധങ്ങൾ കൊണ്ട് ലോകത്ത് എന്തെങ്കിലും നേട്ടമുണ്ടതായിട്ട് ചരിത്രം പറയുന്നില്ല. അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ കഷ്ടപ്പാടിലും പിന്നെ അവരുടെ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ടും ജീവിപ്പിക്കാനാണ് ഇവിടെയുള്ള കുറെ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. അവർക്ക് അവരുടെ ആയുധ കച്ചവടവും അവരുടെ താല്പര്യങ്ങളും നിലനിന്ന് കാണണം, അതിനെ വിജയിപ്പിക്കണം. അവർ പറയുന്നത് ലോകത്ത് നടക്കാവും. ലോക പോലീസ് ആകാൻ ശ്രമിക്കുന്ന അമേരിക്കയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാശ്ചാത്യ രാജ്യങ്ങളായിരുന്നാലും ഗൾഫ് രാഷ്ട്രങ്ങളായിരുന്നാലും ഈ യഹൂദന്മാരുമെല്ലാം ചെയ്യുന്നത് മനുഷ്യകുലത്തിന് ഏറ്റവും വലിയ ദോഷം വരുത്തി വെക്കുന്ന പ്രവൃത്തിയാണ്. അത് നമ്മളെല്ലാം മനസ്സിലാക്കണം. മനസ്സിലാക്കി പടച്ച തമ്പുരാനോട് നമ്മളെല്ലാം ദുആ ചെയ്യണം. ഒരു ഗൾഫ് യുദ്ധം ഉണ്ടാകാതിരിക്കാൻ, ഇനിയും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.